ഇത് കാണുമ്പോൾ സത്യത്തിൽ ഒരു ദിലീപിൻ്റെ സിനിമയിൽ ഒരു പട്ടിയുടെ മുമ്പിൽ ദിലീപ് പെട്ടുപോകുമ്പോൾ പറയുന്നൊരു ഡയലോഗുണ്ട്. ദിലീപ് പറയാണ്, എടാ വാങ്ങോ ഞാൻ പെട്ടു എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ജോസ് കെ മാണി പെട്ടിരിക്കുകയാണ്. കാരണം അടുത്ത പ്രാവശ്യം ഇനി ഭരണത്തിൽ UDF വരും എന്നുള്ളൊരു ധാരണയാണ് ഭൂരിപക്ഷ ആളുകൾക്കും. LDFിൻ്റെ CPMൻ്റെ ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർ അങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ മാണിയുടെ മകനായ ജോസ് കെ മാണി ചിന്തിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം UDF ഭരണത്തിൽ കയറിയാൽ നമുക്കിവിടെ ഭരണം ഉണ്ടാവാതെ നമ്മുടെ പാർട്ടി ബുദ്ധിമുട്ടിലാവും, അതുകൊണ്ട് പതക്കാൻ അങ്ങോട്ട് ചായാം എന്നുള്ള ധാരണയും കോൺഗ്രസ് അവരെ സ്വീകരിക്കാനും തയ്യാറാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാരിക്ക് വരി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ തന്ത്രം. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിസ്സാരക്കാരൊന്നുമല്ല. ഇനി പല പത്തന്ത്രങ്ങളും അദ്ദേഹം പയറ്റും. ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടി പലതും കൊടുക്കും. ഇത് കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നല്ലല്ലോ, പൊതുമുതലല്ലേ, എന്തും ചെയ്യാലോ. ഇനിയിപ്പോൾ 5000 രൂപ വെച്ച് ഞങ്ങൾ പെൻഷൻ തരാമെന്നൊക്കെ പറയാമല്ലോ. പറയാനെന്താ കുഴപ്പം? പിന്നെ ഭരണത്തിൽ കയറിയതിന് ശേഷമല്ലേ, അപ്പോൾ പിന്നെ 5 വർഷത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. ആ ഒരു കളിയാണ് ഇപ്പോൾ അദ്ദേഹം കളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാണിയുടെ മകൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. ഇത് പുള്ളിയുടെ മുതലല്ലോ, ജനങ്ങളുടെ മുതലാണല്ലോ. ഇതിപ്പോൾ നമ്മുടെ രാജ്യം വലിയ കടത്തിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യം 300 ലക്ഷം കോടി രൂപയുടെ അടുത്ത് കടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അമ്പലത്തിലൊക്കെ പോയി കൊടുക്കൂട്ടി ചണ്ട കൊട്ടി ശൂലൊക്കെ പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ്. കാരണം വർഗീയമായ ചേരിതിരിവുകൾ വർദ്ധിച്ചു വരുന്നു, ദാരിദ്ര്യം, അതുപോലെ തൊഴിലില്ലായ്മ. ഇത്രയും അതിശക്തമായ ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നല്ല സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഒരാൾ ഈ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അണ്ണാ ഹസാരെയും അതുപോലെ കുറേ ആളുകളെ കൂടി ഈ BJPയും RSSും കൂടി ഈ രാജ്യത്തെ ഈ ഗവൺമെൻറ്റിനെ മറച്ചിട്ടു, അതായത് കോൺഗ്രസിനെ മറച്ചിട്ടു. അത് പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ പറയുന്നുണ്ട് അതിനെപ്പറ്റിയൊക്കെ, തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ ജനങ്ങൾ വീണ്ടും ഇതുപോലുള്ള മണ്ടത്തരങ്ങളിൽ പറ്റിപ്പുകൾ പെടരുത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പം മാണിയുടെ മകൻ ഒരിക്കലും പോകാതിരിക്കും. ഇപ്പം മാണിയുടെ മകന് പോകാൻ പറ്റുമോ? പുള്ളി ആകപ്പെട്ടിരിക്കുക. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കടമയാണ്, ജനങ്ങളുടെ കടമയാണത്.